ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂൺ 17, വിശുദ്ധ ആൽബർട്ട് ഷ്മിയലോസ്കി. പോളണ്ടിലെ അതീവ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ആൽബർട്ട് ഷ്മിയലോസ്കി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കാലത്താണ്, 1989. അതിന് 6 വർഷം മുൻപ് മാത്രമാണ് അദ്ദേഹത്തിന് വാഴ്ത്തപ്പെട്ടവനെന്ന പദവി ലഭിക്കുന്നത്. തന്റെ ജന്മനാട് കൂടിയായ പോളണ്ടിൽ വെച്ച് 10,000-കണക്കിന് ആളുകൾ സാക്ഷിയായി നിൽക്കവേ ജോൺ പോൾ രണ്ടാമൻ ആ പദവി അദ്ദേഹത്തിന് നൽകുകയായിരുന്നു. ആൽബർട്ട് സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിരവധി എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അവ നോക്കി നടത്തുന്നതിന് വേണ്ടി ആൽബർട്ട് ഉന്നത പഠനം നടത്തിയത് കാർഷിക വിഷയങ്ങളിലായിരുന്നു. പോളണ്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനാക്കി മാറ്റി. രാഷ്ട്രീയ സംഘട്ടനത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് മുറിവേറ്റതിനെ തുടർന്ന് ഒരു കാൽ മുറിച്ചു നീക്കേണ്ടതായും വന്നു. ക്രാക്കോവ് എന്ന ആൽബർട്ടിന്റെ ജന്മനാട്ടിൽ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നു ആൽബർട്ട്. നല്ലൊരു കലാകാരൻ, മനുഷ്യസ്നേഹിയായിരിക്കുമല്ലോ. ആൽബർട്ടിന് മറ്റുള്ളവരോട് കരുണയും സ്നേഹവും ചെറിയ പ്രായം മുതൽ തന്നെ ഉണ്ടായിരുന്നു. തനിക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ വേദന തന്റെ വേദനയായി ആൽബർട്ട് കണ്ടു. പാവങ്ങളെ സഹായിക്കാനും രോഗികളെ ശുശ്രൂഷിക്കാനും ആൽബർട്ട് സമയം കണ്ടെത്തി. ചിത്രകാരനായും രാഷ്ട്രീയക്കാരനുമായുമുള്ള ജീവിതം അദ്ദേഹം ക്രമേണ മടുത്തു. പാവങ്ങളോടൊത്ത് കഴിയുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും യേശുവിന്റെ അനുയായിയാകുന്നതാണ് നല്ലതെന്ന് ആൽബർട്ട് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ദൈവവിളി സ്വീകരിച്ചു. ഫ്രാൻസിഷ്യൻ സഭയിൽ ചേർന്ന ആൽബർട്ടിന്റെ ജീവിതം അദ്ദേഹം പൂർണ്ണമായി പാവങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചു. നിരവധി സന്യാസ സമൂഹങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. 1916 അദ്ദേഹം മരിച്ചു. മരണശേഷം വിശുദ്ധ ആൽബർട്ട് ഷ്മിയലോസ്കിന്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു.